നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഷൈനിയുടെ വിഷയമാണ് സംസാരിക്കുന്നത്. പക്ഷേ ഷൈനിയുടെ കടം വീട്ടാനായിട്ട് ഒരു പ്രവാസി സംഘടന കുറേ പണം സ്വരൂപിച്ച് നാളെ കൈമാറുകയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് എൻ്റെ എതിർപ്പ് ടോം ജോസ് തടിയമ്പാട് എന്ന് പറയുന്ന അനൗൺസ് ചെയ്ത ആളിനോട് ഞാൻ രേഖപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം എനിക്ക് തന്ന ഒരു മറുപടിയുണ്ട്. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. അദ്ദേഹം പറയുന്നത് കാര്യങ്ങൾ ഇതാണ്. പണം തന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഷൈനി ഈ പണം അവർ കൊടുക്കണം, അവരുടെ വീടിന് വേണ്ടിയാണ് എടുത്തതെന്ന് പറഞ്ഞപ്പം പോലീസ് സ്റ്റേഷനിൽ വെച്ച ആ വൈദികൻ എന്ന് പറഞ്ഞ അവന് കൂടെ കൂടിയല്ലേ പറഞ്ഞത്, നോബിയും കൂടെ കൂടിയല്ലേ പൈസ കൊടുക്കില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ നിന്ന് പിന്നെ ആ പൈസ മേടിച്ച് ഷൈനിയുടെ കടം വീട്ടി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ധാർമ്മികമാകുക? അപ്പോൾ അതുകൊണ്ട് അതൊരു ജനകീയമായ കടം വീട്ടലാക്കി മാറ്റണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിന് ജനകീയ പിന്തുണ കിട്ടുകയും ചെയ്തു. ആ പൈസ തരുന്ന ആൾക്കാരെല്ലാം തന്നെ ഈ കമൻറ്റ് എഴുതാനൊന്നും നിന്നില്ല. ഞങ്ങൾ പറഞ്ഞ സതുദ്ദേശം ആ 13 കുടുംബങ്ങളുടെ ആ കുടുംബശ്രീക്കാരുടെ പൈസ കൊടുക്കണം എന്നുള്ള വികാരമാണ്. ഇത് അല്ലാതെ അതിൻ്റെ അകത്ത് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ 10 പൈസ തരുന്നവരോ അല്ലെങ്കിൽ ഈ ഇടുക്കി ചാരിറ്റിയായി ബന്ധപ്പെട്ട ആൾക്കാരും അല്ല. ഇത് 2004 മുതൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എല്ലാം പൈസ തന്നു. അതുകൊണ്ടാണ് 2 ദിവസം കൊണ്ട് ആ പൈസ പിരിച്ച് കിട്ടിയത്. അല്ലെങ്കിൽ അത്രമാത്രം ജനകീയ പ്രതിരോധമാണെങ്കിൽ അത് ഞങ്ങൾക്ക് പൈസ പെട്ടെന്ന് കിട്ടിയത്? ഈ 2 ദിവസം എടുത്തുള്ളല്ലോ പൈസ കിട്ടാൻ വേണ്ടി. ഞങ്ങൾ സാറിന് ഇട്ട ഒരു ദിവസം കൊണ്ട് പൈസ കിട്ടണ്ട, കമൻറ്റുകൾ വന്നുകൊണ്ട് ആളുകൾ ഒരു ചെറിയ ഹെസിറ്റേഷൻ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ഒഴിച്ചാൽ ബാക്കി ഒറ്റ ദിവസം കൊണ്ട് ആ പൈസ കിട്ടണ്ട ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഈ ചെയ്യുന്ന പരിപാടികളെല്ലാം കൃത്യമായി ഇതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവർക്കും അയച്ചു കൊടുക്കും. അതുപോലെ ഈ പൈസ കൊടുക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്ത് കൃത്യമായി ഞങ്ങൾ ഫേസ്ബുക്കിലും ഞങ്ങളുടെ പേജിലും ഇടും. അപ്പോൾ അത് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കറിയാം. ഞങ്ങൾ ഈ ചോദിക്കുമ്പോഴേ പൈസ തരുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് 13 കുടുംബങ്ങളുടെ പ്രശ്നമാണ്. ഇത് നോബിയുടെ ചേട്ടനും അടങ്ങുന്ന ആ നാറികൾ ഇത് കൊടുക്കുകയല്ലെന്ന് ഉറപ്പാക്കിയപ്പോഴാണ് ഞങ്ങളിത് കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് ജനകീയ പിന്തുണ കിട്ടി. താങ്ക് യു. ഇതാണ് അദ്ദേഹം ഞങ്ങൾക്ക് അയച്ചു തന്ന മെസ്സേജ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കല്ലറക്കലുമായിട്ട് സംസാരിക്കുകയാണ്. സോണി, ഇതിനകത്ത് എന്താണ് പറയാനുള്ളത്? അല്ല, തീർച്ചയായിട്ടും മരിച്ചുപോയി, ഷൈനിയും കുട്ടികളും മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കടം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അവരുടെ കുടുംബം അത് വീട്ടുകാല എന്ന് പറയുമ്പോൾ ഒക്കെ ഇടുക്കി ചാരിറ്റി ഗ്രൂപ്പ് വീട്ടാൻ കാണിക്കുന്ന സുമനസ്സിനെ സാധിക്കാതിരിക്കാൻ പറ്റിയില്ല. കാരണം അവരത്രയും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് മുൻകൈ എടുത്ത് ഷൈനിയുടെയും കടം വീട്ടാൻ ശ്രമിക്കുന്നത്. അയൽക്കൂട്ടത്തിന് എടുത്ത് 95,000-ഓളം രൂപ വരുന്നുണ്ട്. അത് വീട്ടാൻ അവർ ശ്രമിക്കും. 2 ദിവസം കൊണ്ട് ആ ഫണ്ട് കിട്ടിയെന്ന് പറയുന്നത് വളരെ അഭിനന്ദനീയം തന്നെയാണ്. ബൈബിളിൽ പറയുന്നുണ്ട്, കടം മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ കടം നിലനിൽക്കാതിരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അതിനൊരു ഉദാഹരണമാണ് സങ്കീർത്തനങ്ങൾ 37-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നു, ദുഷ്ടൻ കടം വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല, നീതിമാനോ ഉദാരമതിയായി ദാനം ചെയ്യുന്നു എന്ന്. അപ്പോൾ കടം വാങ്ങി തിരികെ കൊടുക്കാത്തതിനെ ദുഷ്ടനായിട്ടാണ് കണക്കാക്കുന്നതെന്നാണ് ബൈബിൾ പറയുന്നത്. ഈ 13:8 റോമറിന്റെ 13:8 പറയുന്നത്, അന്യോന്യം സ്നേഹിക്കുക എന്ന കടമൊഴികെ മറ്റൊരു കടവും ബാക്കിയിരിക്കരുത്. കാരണം മറ്റുള്ളവരെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. അതായത് മരണപ്പെടുമ്പോൾ ഒരു കടവും ബാക്കി വെക്കാതെ വേണം മരണപ്പെടാൻ എന്നാണ്. അപ്പോൾ അങ്ങനെ മരണപ്പെട്ട ഒരാളിന് വേണ്ടിയിട്ടാണ് അവരിത് ചെയ്തത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ 13 സ്ത്രീകളുടെ കണ്ണുനീരൊപ്പാനായിട്ടാണ് ഇത് ചെയ്തത് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ. കാരണം നോബിയുടെയും കുടുംബത്തിനും വേണ്ടി ഷൈനി കടമെടുത്തതാണ് അയൽക്കൂട്ടത്തിൽ നിന്ന്. അപ്പം അതിന് വീട്ടാൻ ബാധ്യസ്ഥർ നോബിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമാണ്. അത് ആ നിലപാടിൽ തന്നെ നമ്മളിപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ അവർ വീട്ടിലില്ലെങ്കിൽ വഴിയാധാരമാകാൻ പോകുന്ന കുടുംബശ്രീയിലെ വനിതകളാണ്. അവരുടെ നന്മയെ ഉദ്ദേശിച്ചുകൊണ്ട് ഇടുക്കി ജില്ല UK ചാരിറ്റബിൾ ഗ്രൂപ്പ് ഇങ്ങനെ ഒരു പ്രവർത്തനവുമായിട്ട് രംഗത്ത് വരുന്നതിനെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വളരെ ടോം ജോസ് തടിയമ്പാടുമായിട്ട് നമുക്ക് പരിചയമുണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ തൊടുപുഴ വെച്ച് പരിചയപ്പെടുകയും ഇൻ്റർവ്യൂ തരുകയും ചെയ്ത ആളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് എൻ്റെ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തി. ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ അദ്ദേഹം അയച്ച മെസ്സേജാണ് നമുക്ക് കേട്ടത്. അപ്പം ഇതിനകത്ത് അദ്ദേഹം പറയുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ ഈ ബോബിയും അല്ലെങ്കിൽ നോബിയും ഈ പണം അടയ്ക്കാൻ നിർബന്ധിതനാണ്. അവരടച്ചേ പറ്റൂ. അതിന് ഈ കേസ് ഒക്കെ കടന്ന് ഈ കേസെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ വിധിയൊക്കെ വന്ന് ഒക്കെ കഴിഞ്ഞാലേ ഇവർ ഈ പണം അടയ്ക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഇവർ അടയ്ക്കും. പക്ഷേ ഈ അത്രയും മാസം എന്ന് പറയുന്നത് ഈ 13 സ്ത്രീകൾക്കും വേറെ ലോൺ എടുക്കാൻ കഴിയത്തില്ല. ഷൈനിയെ കൊണ്ട് ഇവരെടുപ്പിച്ച ലോണിന് ജാമ്യം നിന്നിരിക്കുന്നത് ഈ 13 സ്ത്രീകളാണ്. അതുകൊണ്ട് ഈ 13 സ്ത്രീകൾക്കും അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾക്കോ ഒന്നുമായിട്ട് ലോൺ എടുക്കാൻ കഴിയത്തില്ല. ഈ നോബിയും ബോബിയും കൂടി ഇവരെ ചതിച്ച് ഇത്രയും നാളായിട്ട് ഈ ലോൺ അടച്ചു തീർക്കാതെ 9 മാസമായിട്ട് അവൾ അടച്ചു തീർക്കാതെ ഷൈനി തന്നെ 35,000 രൂപ അടച്ച കഥ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. അവൾക്ക് കിട്ടിയ തുച്ഛമായ 16,000 രൂപയിൽ നിന്ന് 3 മാസമായിട്ട് 35,000 രൂപ അവൾ അവിടെ പോയതിന് ശേഷം അടയ്ക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ അവൾ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ നിൽക്കുമ്പോൾ ആർക്കാണ് നോവുന്നത് എന്നാണ് ടോം ജോസ് ഞങ്ങളോട് ചോദിക്കുന്നത്. നോവുന്നതായി 13 സ്ത്രീകൾക്കല്ലേ?
അപ്പോൾ അവരെ കൂടെ നോക്കണ്ടേ എന്നുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് ഇപ്പോഴും എതിരഭിപ്രായം ഉണ്ട്. അന്നേരം ഈ വിഷയം എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പോകുന്നുണ്ട് തൊടുപുഴ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പണം കൊടുക്കുന്നുണ്ട്. അവിടുത്തെ കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇത് കൈമാറുന്നത്, ഈ തുക കൈമാറുന്നത്. ഈ കുടുംബശ്രീ പെണ്ണുങ്ങൾക്കാണ് ഇത് കൈമാറുന്നത്. അവരിത് അടച്ചു തീർക്കുമല്ലോ, അപ്പോൾ അവർക്കാണ് ഇത് കൈമാറുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നാളെ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് അഡ്വാൻസായിട്ട് നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് പോകാം എന്ന് കരുതിയാണ് ഞങ്ങൾ ഈ വിഷയം ഇന്ന് പറയുന്നത്. നോക്കുന്ന കാര്യം പറയുന്നു. ഇപ്പം ആ കുടുംബശ്രീയിൽ നിന്നെടുത്ത ഫണ്ട് അടച്ചു തീർക്കാൻ ഷൈനിയുടെ ഭർത്താവും കുടുംബക്കാരും ബാധ്യസ്ഥരാണ്. ഇനി ആരും അടച്ചു തീർത്തില്ലെങ്കിൽ അതിൽ ഏറ്റവും അധികം വിഷമിക്കുന്നവരും ഷൈനിയെയും ഷൈനിയുടെ മക്കളെയും സ്നേഹിക്കുന്നവർ തന്നെയാണ്. പിന്നെ ഷൈനി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ആ കുടുംബശ്രീയിലുള്ള പണം, കുടുംബശ്രീക്കാരുടെ കയ്യിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന പണം തിരിച്ചടയ്ക്കണമെന്നുള്ളത്. പക്ഷേ അടച്ചില്ലെങ്കിൽ ഷൈനിയുടെ ആത്മാവ് പോലും വിഷമിക്കുമെന്നുള്ളതാണ് സത്യം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് ഈ ഫണ്ട് എടുത്തതെന്ന് നമുക്ക് അനുമാനിക്കാം. ഇവിടെ വലിയ 2004 സുനാമി ഉണ്ടായപ്പോൾ ഒരു 40 ലക്ഷത്തോളം രൂപ സമാഹരിച്ചുകൊണ്ട് അന്ന് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയെ ഏൽപ്പിക്കുക ചെയ്തിട്ടുള്ളതായിട്ട് ഒരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി മാത്രമല്ല ഒരു പിരിവ് നടത്തുന്നത്, മുൻകാലങ്ങളിലും സാമൂഹ്യ നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പിരിവെടുത്ത് എത്തിക്കാനായിട്ട് ഇങ്ങനെ ഒരു സന്മനസ് അവർ കാണിച്ചിട്ടുണ്ട്. അക്കാര്യവും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കപ്പെടേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.